അപ്പോൾ ഗൈസ് ഇതെന്താ സംഭവം എന്നല്ലേ നോക്കുന്നത്. എനിക്ക് സെമിനാർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പോയതാ. ഗൈസ് എന്നോട് ചെയ്ത ചതിയാണ് ഗൈസ്. ചതിയാണ് ഗൈസ്, അമ്മ ചെയ്ത ചതിയാണ്. അത് കൊടും ചതിയാണ്. കാരണം ഞാൻ കൊച്ചി എറണാകുളം നോക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇതിലെ ഓപ്ഷന് ബാലുശ്ശേരി ആൻഡ് കോഴിക്കോട് കൊടുക്കുക. പിന്നെ നോക്കാമല്ലോ അല്ലേ? അയ്യോ കണ്ടില്ല കരയാൻ. നോക്കി ഞാൻ കാട്ടിത്തരാം ഗൈസ്. നോക്ക് ഗൈസ്, 2 ഓപ്ഷൻ. കണ്ടോ, ഒരു സ്റ്റുഡൻ്റ് ആകുമ്പോൾ ഒരു പെണ്ണ് പോലെ ബാഗിലില്ല അറിയാം. ആരാൻ്റെ പെണ്ണ് മേടിച്ച് എഴുതുന്ന കഴിഞ്ഞാണ്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അമ്മ പെണ്ണ് വിട്ട് കളിയില്ല, തന്നെ ഈ പെണ്ണ് വിട്ട് കളിയില്ല. കാണാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ക്ലാസ് കേൾക്കണം, ഒന്നും മനസ്സിലാവുന്നില്ല, എന്നാലും ഇരിക്കുന്നു. ഫ്രണ്ട്സ് മൂഞ്ചി വിശദീകരിച്ച് പറഞ്ഞു തരാം ഗൈസ്. വിശദീകരിച്ച് പറഞ്ഞു. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി, ഇപ്പോൾ നേരെ വീട്ടിലോട്ട് കാണാം. ഗൈസ് ഞങ്ങളിപ്പം ഇപ്പം അതാ ജയ് റോളിൽ ഞങ്ങൾ അടിത്തരാം ഗൈസ്. ആ ഗൈസ് നമ്മൾ ഫോട്ടോയിലാണ്. അപ്പം ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സെമിനാർ ഉണ്ടായിരുന്നു. ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ തന്നെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തൊക്കെ പോയി. അതിൽ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ഒന്നും കൊടുത്തില്ല. ഇങ്ങനെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, മറ്റു കോഴ്സുകളുണ്ട്, ഇതൊക്കെ പറഞ്ഞ്. അത് ഗവൺമെൻറ്റിൻ്റെ ഓപ്ഷനായിട്ട് നമ്മളിപ്പോൾ അവിടെ പോയപ്പം നോക്കിയപ്പം ചെറിയ എൻ്റെ പോലത്തെ ഏജുള്ള ഒരു കുട്ടികളും കാണില്ല, ഒരു കുട്ടികളും ഇല്ല. ഞാൻ മാത്രം. ബാക്കിയൊക്കെ അമ്മൻ്റെ പോലെ വീട്ടമ്മമാരൊക്കെ അധികം. ഞാൻ ചോദിച്ചാ വേറെ എന്തെല്ലായിരിക്കും വരെയായിരിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ച് നോക്കിയിരുന്നു. അങ്ങനെ നോക്കിയപ്പം ഇവര് അതിലൊരു ഫോം തന്നു. ഫോം ഫില്ല് ചെയ്യാൻ തന്നു. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഇത് തന്നു. അത് തന്നപ്പോൾ അതിൽ നോക്കിയപ്പോൾ അതിൽ 6 മാസത്തെ കോഴ്സ് ഫാഷൻ ഡിസൈനിങ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് വീട്ടമ്മമാർ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള സംഭവമാണ്. അയ്യോ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എന്താ ബസ്സിൽ വേണമെന്ന് വെച്ചാൽ, എനിക്ക് 3 ഇയറിലുള്ള ഫാഷൻ ഡിസൈനിങ്, അതാകുമ്പോൾ ബേസിക് തൊട്ട് ഫുൾ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. മറ്റേത് ഇതങ്ങനെ ഇത് 6 മാസത്തിൽ എന്ത് തേങ്ങ പഠിക്കാനാ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അപ്പുറത്ത് വൈദ്യക്ക് ചിറകിയിട്ട് ആ ചേച്ചിനോ ചോദിച്ചു കഴിഞ്ഞ് എന്താ പോകുന്നത്, തിരക്കുണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല ഇത്, എന്താണ് ഇതിൽ 6 മാസത്തെ കോഴ്സല്ലേ, എനിക്ക് വേണ്ടത് 3 ഇയർ 4 ഇയർ അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ്, ഡിഗ്രി ആയിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ അത് ഇവിടെ ഇല്ല, ഇത് സംഭവം ഇങ്ങനെ പകുതിക്കുള്ള 6 മാസം ഒരു ഇച്ചിരി പഠിക്കാനേ ഉള്ളു ഇതിൽ സംഭവം. പക്ഷെ ഇതെല്ലാം ഞാൻ എന്നാൽ ഒരിക്കൽ ഇങ്ങനെ ഇതായിക്കല്ലോ, അമ്മ കുടുംബശ്രീ വഴിയാണ് ഞങ്ങൾക്ക് ഇത് വന്നതും. അപ്പോൾ ആ ഒരു ഇത് തന്നെ ഇങ്ങനെ പറയണ്ടേ, ഇത്ര മാസമുള്ളൂ ഇതൊക്കെ പറയണ്ടേ. ഇതൊന്നും പറയാണ്ട് ആകെ ഫാഷൻ ഡിസൈനിങ് അങ്ങനെ മറ്റു കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് എന്നൊക്കെ പറഞ്ഞ്, ഫ്രീ എന്നല്ല ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെ അങ്ങനെ പഠിക്കാനൊക്കെ പറഞ്ഞ് ഇതാക്കി. അങ്ങനെ ആക്കിയിട്ട് വന്നതാണ്. ഇപ്പോൾ വന്നപ്പോൾ നമ്മളാരായി പൊട്ടരാ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഈ കുടുംബശ്രീൻ്റെ വകയായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവം വരികയാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് മാത്രം അങ്ങോട്ട് പോകാൻ പറ്റൂ. ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് മാത്രമേ പോകാവൂ. ഞങ്ങളിപ്പോൾ പോയതിപ്പോൾ എത്ര പൈസ ചിലവാറിയപ്പോൾ അവിടേക്ക് പോയപ്പോണ്ടായത്. അയ്യോ അവർക്ക് ആദ്യം ആ ഒരു ഇതിൽ ഇങ്ങനെ ഫുള്ള് കാര്യങ്ങളൊക്കെ ഇട്ടാൽ പോലെ വെറുതെ ഇതിനെങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അതെല്ലാം കൊണ്ടും ഇപ്പം ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചില്ല. ഇപ്പം ടൈം എത്ര മണി? 2 മണി to 3 മണി വരെ എന്നാണ് പറഞ്ഞാൽ. ഇപ്പം 3:30 വരെ, 2:30ക്കാണ് സാറ് വന്നത്. അവൾ ഉറങ്ങി. അതെ, ആവിട്ട് അയ്യോ ഒന്നും പറയട്ടെ കർത്താവേ, ആലോചിക്കാനേ വയ്യ. ഇനി ഒരിക്കലും കുടുംബശ്രീൻ്റെ ഒരു സംഭവം ഞാൻ കേൾക്കൂല. അയ്യോ അതും 6 മാസം, എല്ലാത്തിലും 6 മാസം. ഒരു തന്നാ ഫോം ഞാൻ കാടി തരും. ഞങ്ങൾ എല്ലാത്തിലും 6 മാസമേ ഉള്ളൂ. 6 മാസം 2 മാസം 1 ഇയർ ഉള്ളത് ഫുള്ള് ടീച്ചിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ 1 ഇയർ ഉള്ളത്.
അത് ഈ കൊടുക്കുമ്പോ പറയണായിരുന്നു ഇത് ഇത്ര മാസേ ഉള്ളൂ നമ്മ ഫോമിൽ, ഇത് അതൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയുന്നില്ല. പിന്നെയാണ് ഇവിടെ വന്നതിന് ശേഷം അറിയണത്. എന്നാലും കൊടുത്തിട്ടിക്കണ ഇനി അവർ വിളിക്കുമ്പോൾ പറയണം ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയണം ഗൈസ്. അയ്യോ ചുമ്മ വിളി പിടിക്കണേ. ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ പോവാ ഗൈസ്, നമുക്ക് കഴിക്കുന്നത് കാണാം. ഗൈസ് ഞങ്ങളിപ്പം ഇപ്പൊ ജയ് റോളിൽ ഞങ്ങൾ അടിത്തരം ഗൈസ്. ആ ഗൈസ് നമ്മൾ ഫോട്ടോയിലാണ്. അപ്പം ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സെമിനാർ ഉണ്ടായിരുന്നു. ഈ ഫാഷൻ ഡിസൈനിങ്ങിന് തന്നെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. നമ്മൾ രജിസ്റ്റർ ചെയ്തൊക്കെ പോയി. അതിൽ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ഒന്നും കൊടുത്തില്ല. ഇങ്ങനെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, മറ്റു കോഴ്സുകളുണ്ട്, ഇതൊക്കെ പറഞ്ഞ്. അത് ഗവൺമെൻറ്റിൻ്റെ ഓപ്ഷനായിട്ട് നമ്മളിപ്പോൾ അവിടെ പോയപ്പം നോക്കിയപ്പം ചെറിയ എൻ്റെ പോലത്തെ ഏജുള്ള ഒരു കുട്ടികളും കാണില്ല, ഒരു കുട്ടികളും ഇല്ല. ഞാൻ മാത്രം, ബാക്കിയൊക്കെ അമ്മൻ്റെ പോലെ വീട്ടമ്മമാരൊക്കെ അധികം. ഞാൻ ചോദിച്ചാ വേറെ എന്തെല്ലായിരിക്കും വരെയായിരിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ച് നോക്കിയിരുന്നു. അങ്ങനെ നോക്കിയപ്പം ഇവര് അതിലൊരു ഫോം തന്നു, ഫോം ഫില്ല് ചെയ്യാൻ തന്നു. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഇത് തന്നു. അത് തന്നപ്പോൾ അതിൽ നോക്കിയപ്പോൾ അതിൽ 6 മാസത്തെ കോഴ്സ് ഫാഷൻ ഡിസൈനിങ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വീട്ടമ്മമാർ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള സംഭവമാണ്. അയ്യോ തീരോട്ട് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എന്താ ബസ്സിൽ വേണമെന്ന് വെച്ചാൽ എനിക്ക് 3 ഇയറിലുള്ള ഫാഷൻ ഡിസൈനിങ്, അതാകുമ്പോൾ ബേസിക് തൊട്ട് ഫുൾ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. മറ്റേത് ഇതങ്ങനെ ഇത് 6 മാസത്തിൽ എന്ത് തേങ്ങ പഠിക്കാനാ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അവിടുത്തെ വൈദ്യക്ക് ചെറിയിട്ട് ആ ചേച്ചിനോ ചോദിച്ചു കഴിഞ്ഞ് എന്താ പോകുന്നത് തിരക്കുണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല ഇത്, എന്താണ് ഇതിൽ 6 മാസത്തെ കോഴ്സല്ലേ, എനിക്ക് വേണ്ടത് 3 ഇയർ 4 ഇയർ അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ്, ഡിഗ്രി ആയിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ അത് ഇവിടെ ഇല്ല, ഇത് സംഭവം ഇങ്ങനെ പകുതിക്കുള്ള 6 മാസം ഒരു ഇച്ചിരി പഠിക്കാനേ ഉള്ളു ഇതിൽ സംഭവം. പക്ഷെ ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഒരിക്കൽ ഇങ്ങനെ ഇതായിട്ടില്ല, നമ്മ കുടുംബശ്രീ വഴിയാണ് ഞങ്ങൾക്ക് ഇത് വന്നതും. അപ്പോൾ ആ ഒരു ഇത് തന്നെ ഇങ്ങനെ പറയണ്ടേ, ഇത്ര മാസമുള്ളൂ ഇതൊക്കെ പറയണ്ടേ. ഇതൊന്നും പറയണ്ട, ആകെ ഫാഷൻ ഡിസൈനിങ് അങ്ങനെ മറ്റു കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് എന്നൊക്കെ പറഞ്ഞ്, ഫ്രീ എന്നല്ല ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെ അങ്ങനെ പഠിക്കാനൊക്കെ പറഞ്ഞ് ഇതാക്കി. അങ്ങനെ ആക്കിയിട്ട് വന്നതാണ്. ഇപ്പോൾ വന്നപ്പോൾ നമ്മളാരായി പൊട്ടരാ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഈ കുടുംബശ്രീൻ്റെ വകയായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവം വരികയാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് മാത്രം അങ്ങോട്ട് പോകാൻ പറ്റൂ. ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് മാത്രമേ പോകാവൂ. ഞങ്ങളിപ്പോൾ പോയതിപ്പോൾ എത്ര പൈസ ചിലവാറിയപ്പോൾ എന്നാ അവിടേക്ക് പോയപ്പോണ്ടായത്. അയ്യോ അവർക്ക് ആദ്യം ആ ഒരു ഇതിൽ ഇങ്ങനെ ഫുള്ള് കാര്യങ്ങളൊക്കെ ഇട്ടാൽ പോലെ വെറുതെ ഇതിനെങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അപ്പം എല്ലാം കൊണ്ടും ഇപ്പം ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചില്ല. ഇപ്പം ടൈം എത്ര മണി? 2 മണി to 3 മണി വരെ എന്നാണ് പറഞ്ഞാൽ. ഇപ്പം 3:30 വരെ, 2:30ക്കാണ് സാറ് വന്നത്. അവള് ഉറങ്ങിയിരുന്നു. അതെ, ആവിട്ട് അയ്യോ ഒന്നും പറയണ്ട കർത്താവേ, ആലോചിക്കാനേ വയ്യ. ഇനി ഒരിക്കലും കുടുംബശ്രീയുടെ ഒരു സംഭവം ഞാൻ കേൾക്കൂല. അയ്യോ അതും 6 മാസം, എല്ലാത്തിലും 6 മാസം. ഒരു തന്നാ ഫോം ഞാൻ കാടി തന്നെ ഞങ്ങൾ എല്ലാത്തിലും 6 മാസമേ ഉള്ളൂ. 6 മാസം 2 മാസം 1 ഇയർ ഉള്ളത് ഫുള്ള് ടീച്ചിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ 1 ഇയർ ഉള്ളത്. അത് ഈ കൊടുക്കുമ്പോ പറയണായിരുന്നു ഇത് ഇത്ര മാസേ ഉള്ളൂ നമ്മ ഫോമിൽ, ഇത് അതൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയുന്നില്ല. പിന്നെയാണ് ഇവിടെ വന്നതിന് ശേഷം അറിയണത്. എന്നാലും കൊടുത്തിട്ടിക്കണ ഇനി അവർ വിളിക്കുമ്പോൾ പറയണം ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയണം ഗൈസ്. അയ്യോ ചുമ്മ വിളി പിടിക്കണേ. ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ പോവാ ഗൈസ്, നമുക്ക് കഴിക്കുന്നത് കാണാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്നിട്ട് അമ്മ ഞാനിപ്പോൾ ഇപ്പം ഫുള്ള് അമ്മമാരൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അമ്മ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കുന്ന് പറഞ്ഞേ. പറയുന്ന ഞങ്ങൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇതെല്ലാം നോക്കിക്കോളി പറഞ്ഞേ. ഇന്ന് മൂപ്പരാൾ ഫുള്ളും ക്ലാസ് ഇരുന്ന് കേൾക്കുന്നു. ഞാനിവിടെ പൊട്ടനെ ഏറ് കൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കി എഴുതുന്നത് അയ്യോ ഇതിപ്പോൾ ഞാനാണോ വന്നല്ലേ അമ്മയാണോ ഈ കാര്യത്തിന് അന്വേഷിക്കാൻ വന്നത്? മാത്രമേ ഒരു കൊച്ചായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പ്രായമുള്ളവർ.
മേലാരും അങ്ങനെ പോയേക്കരുത്. ഞാൻ കൊണ്ടുപോകില്ല, ഇവിടെ എടുത്തോട്ടെ. അതെ, ഞാൻ മര്യാദയ്ക്ക് അപ്പളേ നോക്കില്ല. അമ്മ പറഞ്ഞ കുടുംബശ്രീന്റെ ഇതിൽ വന്നിക്കണ ഇതിന്റെ നോക്കി രജിസ്റ്റർ ചെയ്താ പറ ഇന്ന തള്ളിട്ടതാ ഗൈസ്. എന്നിട്ട് ഇപ്പൊ അമ്മയ്ക്ക് വേണം പോലെ അത്. ഇപ്പൊ അമ്മയ്ക്ക് വേണം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? പക്ഷെ ഇട്ടില്ല കേട്ടോ, ഞായറാഴ്ച ഇല്ല, അല്ലാത്ത ദിവസം എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് തോന്നിയ ടൈമിനാ, ഇത് എപ്പോഴെങ്കിലും ആണ്. നേരെ നമുക്ക് വേറെ എവിടെയെങ്കിലും കോളേജിൽ അറിയില്ലായിരുന്നു കേട്ടോ, സംഭവം അറിയില്ലായിരുന്നു. ഇപ്പൊ നല്ല വൃത്തിയായിട്ട് അറിഞ്ഞോണ്ട് നിങ്ങൾക്കും ഇത് പകർത്തണം എന്ന് തോന്നി. സോ അതുകൊണ്ട് പറയുക. ഓക്കെ, നിങ്ങൾ ആരും ഇനി ആട്ടക്കുണ്ടിലെ ഒന്നും വീഴാൻ നിൽക്കരുത്. ഓക്കെ, അന്വേഷിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, വിളിച്ചിട്ട് അപ്പൊ തന്നെ അന്വേഷിച്ചിട്ട് അങ്ങ് പോകാൻ പറ്റുമോ? കാരണം അല്ലാണ്ട് അവിടെ പോയി നിങ്ങൾ അന്വേഷിക്കാൻ വിചാരിക്കണേ നിങ്ങളെ ടൈം വെറുതെ പോകും. ഇത്രയേ ഉള്ളു. ഇനിയിപ്പോൾ ഞാനിനി വേറെ അന്വേഷിക്കണം എനിക്ക് കോളേജ് കിട്ടണമെങ്കിൽ. ഇവിടെ ചില സ്ഥലം ബാലുശ്ശേരിയും കോഴിക്കോടും. ഇത് പിന്നെ ഇത് പറയില്ല. ഞാൻ പോകാം. ടാറ്റ ബൈ ബൈ. ഫുഡ് കഴിക്കണ കാണാട്ടാ. അപ്പം ഗൈസ്, ഞങ്ങൾ ഇവിടെ ഞാൻ വന്നതാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് ഗൈസ്. നമുക്ക് ഞാൻ ഒരു ബിരിയാണി, അമ്മ ചോറ്, ചോറിന് തേങ്ങയില്ല. ഇപ്പൊ ടൈം പൊരിച്ചൊക്കെ തീർന്ന്. അപ്പോൾ ഓളെ ചിക്കൻ അഡ്ജസ്റ്റ് ചെയ്യാനപ്പോൾ ഓള് തരുന്നില്ല. ഞാൻ പറഞ്ഞറിയാം, അതാകെ ഒരു ചിക്കനേ ഉള്ളൂ. അല്ലല്ല, ഇപ്പൊ ടൈം 3:30. പിന്നെ ഒപ്പം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ഒക്കെ തീർന്നില്ലേ. അപ്പം അതുകൊണ്ട് പറ്റില്ല. അമ്മത്തെ ചിക്കൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ കൊടുത്താല് നമുക്ക് ഫുഡ് തന്നെയാണ്. അയ്യോ, അമ്മൻ്റെ ചോറ്. പിന്നെ അമ്മൻ്റെ ചോറ്, പച്ചക്കറി ഇതിലൊരു കൊന്തില്ല. സാരമില്ല, എന്തെങ്കിലും ഓർഡർ ചെയ്തോ. നമുക്ക് ബിരിയാണി നോക്കാം. ഇവിടുത്തെ എനിക്ക് വലിയ ഒരു ഗുണമില്ല. നല്ല ടേസ്റ്റുണ്ട്, ടേസ്റ്റും ഉണ്ട്. ഇപ്പം എങ്ങനെയാണ്? കറിക്ക് മാത്രം ടേസ്റ്റ് ഉള്ളൂ, വേറെ മീനൊന്നും ഇല്ലേ? മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് നോക്കട്ടെ. ഇച്ചിരി മതി. നിങ്ങൾക്ക് നല്ല രസമുണ്ട് കറി അല്ലേ? പൊരിച്ച മീൻ വാങ്ങിക്കളേ. മീൻ വാങ്ങിക്കൂലേ? നീ വാങ്ങാൻ പറഞ്ഞ കേൾക്കണ്ടേ? ഇത് വരുന്നുണ്ട് ഓർഡർ സാധനങ്ങൾ. അമ്മയ്ക്ക് കൊണ്ടാട്ടം വേണം ഗൈസ്. കൊണ്ടാട്ടം ആരെയും കൊടുക്കുക. രണ്ട് പപ്പടം, പപ്പടം, സാമ്പാർ, ഉപ്പേരി, പിന്നെ എന്തായാലും സാധനം കൂട്ടുകറി എന്തോ ആണ്. നമുക്ക് ഞാൻ എനിക്കതിന് മൂടിയിട്ടില്ല, എനിക്ക് ഞാൻ തന്നിട്ടുണ്ടായി കഴിഞ്ഞിട്ട്. അല്ലല്ല, അത് കൊണ്ടാകുന്നതല്ല. ഞാൻ എന്താ ചെയ്യാനാ ഗൈസ്? ചിക്കൻ നല്ല നല്ല വെന്തുണ്ട്. നോക്കാം. ഞങ്ങൾ തിന്നലുണ്ട്, ബട്ട് എനിക്ക് ഇവിടുത്തേനെക്കാട്ടി ഇഷ്ടം SM സ്ട്രീറ്റിലുള്ള കല്യാണമുള്ള കല്യാൺ ബിരിയാണി. അല്ല, കുറച്ച് അച്ചാറൊക്കെ ഇതൊന്നായിട്ട് ഒരു ഇടേണ്ടി വരും. ഞാൻ കുറേശ്ശെ തിന്നത്. ഇപ്പോൾ നമുക്ക് അച്ചാറൊക്കെ കൂട്ടിയിട്ട് തൈര് ഇട്ട് ചിക്കൻ നല്ല വെന്തുണ്ട്. കുറേ ബസ്സിനാണ് ഇങ്ങനെ സമയം മുഴുവൻ മുക്കാലായി അറിയാം. എന്നിട്ട് ഒരു ചാറും ചോറും മാത്രം കൂടെ ബിരിയാണി. എങ്ങനെയുണ്ട്? ചില കുഴങ്ങി ഇങ്ങനെ ടേസ്റ്റ് ചാറ് കറിക്ക് മാത്രമേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അത്
ക്യാമറ മുന്നിലുണ്ടായിട്ട് അങ്ങനെ ക്യാമറ മുന്നിലുണ്ടായിട്ട് അമ്മ ഇങ്ങനെ കാണിത്തരാം. അല്ല അങ്ങനെ തന്നെയാണോ? പിന്നെ ഇതങ്ങോട്ട് കാണിച്ചതാ. ഓൾ ഞാൻ അങ്ങനെ തന്നെ തിന്നില്ല, അല്ലാണ്ട് വലിയ കാര്യമില്ല. ഞാനൊന്നും ആദ്യമല്ല ഞാൻ തിന്നു. ഞാനൊന്നും ആദ്യമല്ല. അമ്മ ഇങ്ങനെ ഫോർമാലിറ്റി ഇങ്ങോട്ട് വാ പാത്രം ഇങ്ങോട്ട് വാ. എൻ്റെ മുന്നിൽ ആളുണ്ട് കേട്ടോ, അതാ. എൻ്റെ മുന്നിൽ ആരും ഇല്ല ഗൈസ്. എൻ്റെ മുന്നിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എത്തരം ഇത്രേ ഉള്ളൂ. നിസ്സാരം. അവർ പിന്നെ വലിയ ഇതൊന്നും ഇത്ര കാര്യം. അവളെ ബിരിയാണിൻ്റെ അച്ചാറ് മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ട, നോക്കണേ. ഗൈസ് നമുക്ക് തിന്നിട്ട് കാണാം. ഗൈസ് പോകാണ് എന്ത് കഴിഞ്ഞിട്ട് സെമിനാർ കഴിഞ്ഞിട്ട് പോകാണ്. അമ്മയുണ്ട്, അമ്മ മറിച്ച് വെക്കണമൊക്കെ ഞാൻ തിന്നണില്ല എന്ന് പറഞ്ഞിട്ട് നോക്ക് അവിടെ നോക്കേ നോക്കമ്മേ. ഈ അമ്മ നോക്കില്ല, അമ്മ വായൊക്കെ കണ്ടോ, ഇന്ന വായൊക്കെ പറഞ്ഞിട്ട് അമ്മ കണ്ടാലും വായ ഇന്നോട് പറയാ. ഞാൻ നോക്കട്ടെ പിന്നെയും പറയണ കുഴപ്പമില്ല. ഇതമ്മ വായൊക്കെ. ഞാൻ വായ നോക്കിയില്ല, അവിടെ ഒരു കുട്ടീനെ കണ്ടു ചെറുതിനെ. അപ്പം അതിനെ നോക്കി എനിക്ക് ഇങ്ങനെ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഇവരൊക്കെ വലുതായി പോയില്ലേ, ഇപ്പം ചെറിയ മക്കളാകുമ്പോൾ ഭയങ്കര. ഞാൻ ചെയ്തു പാമ്പാണ്. അപ്പം ഫ്രണ്ട്സ് വീട്ടിൽ പോകണില്ല. അപ്പം ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ. ബൈ ടാറ്റാ. ഫസ്റ്റത്തെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും സാരില്ല, ഞങ്ങൾ വൈദ്യുതി വെച്ച് കയറിയല്ലോ. ബൈ ബൈ.